ഹായ്, വെൽക്കം ബാക്ക് ടു ടീച്ച് ഫ്രം ഹാർട്ട്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 ദ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സാണിന്ന്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചത്? ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് 13 കോളനികൾ സ്ഥാപിക്കുന്നതിനെ പറ്റിയും അതുപോലെ കോളനിക്കാരെ എന്തായിട്ടാണ് അവരുടെ സാധനങ്ങൾ, ബ്രിട്ടൻ്റെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള വെറും കമ്പോളമായിട്ടും അവിടെ നിന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിനുള്ള സ്ഥലമായിട്ടും ഒക്കെയാണ് കണക്കാക്കിയിരുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്തു? അമേരിക്കൻ കോളനികളിൽ മെർക്കൻറ്റിലിസം എന്ന് പറയുന്ന ഒരു വാണിജ്യ നയം ഇംഗ്ലണ്ട് നടപ്പിലാക്കുകയുണ്ടായി. ഈ മെർക്കൻറ്റിലിസ്റ്റ് ലാസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? സാധനങ്ങൾ ബ്രിട്ടീഷ് കപ്പലിൽ മാത്രമേ എന്ത് ചെയ്യാവൂ, കോളനികളിൽ നിന്ന് കയറ്റി അയക്കുവാനും അതുപോലെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുവാനും പാടുള്ളൂ. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ലീഗലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസിലും ലൈസൻസ്, ന്യൂസ് പേപ്പേഴ്സ്, പാംഫ്ലെറ്റ്സ് എല്ലാത്തിലും എന്ത് ചെയ്യണമായിരുന്നു? ബ്രിട്ടീഷ് മുദ്ര പതിക്കണമായിരുന്നു. അതുപോലെ തന്നെ കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പേപ്പർ, ഗ്ലാസ്, തേയില തുടങ്ങിയ വസ്തുക്കളുടെ മേൽ നികുതി ഏർപ്പെടുത്തിയതും എന്ത് ചെയ്തു? കോളനിക്കാരെ ചൊടിപ്പിച്ചു. അതുപോലെ കോളനിയിലുണ്ടായിരുന്ന കോളനിക്കാരുടെ ഉൽപ്പന്നങ്ങളായ ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എന്നിവയുടെ മേൽ എന്ത് ചെയ്തു? എന്നിവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാവൂ എന്ന് പറഞ്ഞതും കോളനിക്കാരിൽ ദേഷ്യത്തിന് അല്ലെങ്കിൽ കോളനിക്കാരെ പ്രകോപിപ്പിക്കുന്നതിനിടയായി. കോളനിക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നതിന്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ, ഇംഗ്ലണ്ടിൻ്റെ ഒരു ബ്രിട്ടീഷ് ട്രൂപ്സ് ഉണ്ടായിരുന്നു. അതിന് എന്ത് ചെയ്യണം? ഫുഡും ക്വാർട്ടേഴ്സും ആര് പ്രൊവൈഡ് ചെയ്യണം? അവരുടെ ചിലവ് കോളനികൾ വഹിക്കണമെന്നുള്ള കാര്യവും കോളനിക്കാരെ ഇംഗ്ലണ്ട് അറിയിച്ചതിനെ തുടർന്ന് ഇതെല്ലാം കോളനിക്കാരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമാകുന്നു. അപ്പോൾ ഈ മെർക്കൻറ്റിലിസ്റ്റ് നിയമങ്ങളൊന്നും അംഗീകരിക്കാൻ ആര് തയ്യാറാവുന്നില്ല? കോളനിക്കാർ തയ്യാറാവുന്നില്ല. ഇതവിടെ വൻ പ്രക്ഷോഭത്തിന് കാരണമാകുന്നു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ്, ബോസ്റ്റൺ ടീ പാർട്ടി. The high tax levied by the British government on tea fired up strong protest in America. അപ്പോൾ എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയ വലിയ രീതിയിലുള്ള നികുതി എന്ത് ചെയ്യുകയാണ്? തേയിലയുടെ മേൽ ഏർപ്പെടുത്തിയ നികുതി അമേരിക്കയിൽ വൻതോതിലുള്ള പ്രക്ഷോഭത്തിന്, എതിർപ്പിന് കാരണമാവുകയാണ്. ഓൺ 16th December 1773 a group of people disguised as the Red Indians boarded the ships at night in the Boston harbor and threw 342 chests of tea into the sea. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? 1773 ഡിസംബർ 16 റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ച ഒരു കൂട്ടം ആളുകൾ ബോസ്റ്റൺ തുറമുഖത്തുണ്ടായിരുന്ന കപ്പലിൽ നിന്നും എന്ത് ചെയ്യുന്നു? 342 തേയില പെട്ടികൾ എടുത്ത് കടലിലേക്ക് വലിച്ചെറിയുന്നു. ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ആസ് ദി ബോസ്റ്റൺ ടീ പാർട്ടി. ഈ പ്രതിഷേധത്തെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ മെർക്കൻറ്റിലിസ്റ്റ് ലോ അതിനെയൊക്കെ തുടർന്ന് അതിൻ്റെയോടുള്ള പ്രതിഷേധം ശക്തമായി നിൽക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി സംഭവിക്കുന്നത് 1773 ഒരു പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ബോസ്റ്റൺ ടീ പാർട്ടി അരങ്ങേറുന്നത്. 1773 എന്ത് ചെയ്യാണ്? ഡിസംബർ 16 റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ച ഒരു കൂട്ടം ആളുകൾ ബോസ്റ്റൺ തുറമുഖത്ത് വെച്ച് അവിടെ ഒരു കപ്പലിലുണ്ടായിരുന്ന 342 ഒരു കപ്പൽ പിടിച്ചെടുത്ത് അതിൽ 342 തേയില പെട്ടികൾ വലിച്ച് കടലിലേക്ക് എറിയുന്നു. ഈ പ്രതിഷേധത്തെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. Next, the ideologies of some thinkers also stimulated the people of the colonies to fight against the exploitative laws of the British. ഐഡിയോളജീസ്, കുറേ ആശയങ്ങൾ വരികയാണല്ലേ. നമുക്കറിയാം, എല്ലാ വിപ്ലവങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് പ്രചോദനം നൽകുവാനായിട്ട് കുറേ ചിന്തകന്മാരുണ്ടാവും. അതുപോലെ ഇവിടെയും എന്താണ്? കുറേ ചിന്തകന്മാരുടെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ ബ്രിട്ടീഷുകാരുടെ ചൂഷണ നയങ്ങൾക്കെതിരെ അമേരിക്കൻ ജനതയെ, കോളനിയിലെ ജനതയെ പോരാടാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ്. ലെറ്റസ് ഫെമിലറൈസ് വിത്ത് ദി തിങ്കേഴ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ്. അപ്പോൾ നമുക്ക് ആ ചിന്തകന്മാരാരൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ആ തത്വങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഫസ്റ്റ്, ജോൺ ലോക്ക്. Everyone has some fundamental rights. No government has the right to suspend them.
എല്ലാ മനുഷ്യനും എന്തുണ്ട്, എല്ലാവർക്കും ചില മൗലിക അവകാശങ്ങളുണ്ട്, പ്രാഥമികമായ അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കുമുണ്ട്. ഒരു ഗവൺമെൻറ്റിനും അതിനെ അടിച്ചമർത്താനുള്ള റൈറ്റ് ഇല്ല, അവകാശം ഉണ്ടായിരിക്കില്ല. ഇത് പറഞ്ഞതാരാണ്? ജോൺ ലോക്ക്. നെക്സ്റ്റ് തോമസ് പെയിൻ. There is something absurd in supposing a continent, നോർത്ത് അമേരിക്ക ബ്രാക്കറ്റിലുണ്ട്, be perpetually governed by a foreign power. അതായത് there is some absurd എന്ന് പറഞ്ഞാൽ അസംബന്ധമാണ്. എന്താണ്? ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻ്റ്, ഒരു വൻകരയെ എന്ത് ചെയ്യുന്നത്, അടിച്ചമർത്തുന്നത് അസംബന്ധമാണ്. അതായത് ഇവിടെ അടിച്ചമർത്തപ്പെടുന്നത് ആരാണ്? നോർത്ത് അമേരിക്ക. ആരാൽ? അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയെ ആരാണ് അടിച്ചമർത്തുന്നത്? ഫോറിൻ ശക്തി എന്നിവിടെ, ഫോറിൻ പവർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട്. അതായത് ഒരു കോണ്ടിനെൻറ്റിനെ അടിച്ചമർത്താൻ ഒരു ശക്തിക്കും ദീർഘകാലം എന്ത് ചെയ്യാൻ കഴിയില്ല, മറ്റൊരു കോണ്ടിനെൻറ്റിനെ അടിച്ചമർത്തി വയ്ക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞത് തോമസ് പെയിൻ ആണ്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ചിന്തകന്മാർ ആരെല്ലാമായിരുന്നു? ജോൺ ലോക്ക്, തോമസ് പെയിൻ. നമ്മൾ നേരത്തെ ഒരു ചിന്തകനെക്കുറിച്ച് പഠിച്ചു, തിങ്കർ ആരായിരുന്നു? ജെയിംസ് ഓട്ടിസ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞതായിരുന്നു ആര്? ജെയിംസ് ഓട്ടിസ്. അപ്പോൾ ഇവർ മൂന്നുപേരുമായിരുന്നു പ്രധാനപ്പെട്ട അവിടുത്തെ തിങ്കേഴ്സ്. നെക്സ്റ്റ് ദ എൻറ്റയർ കോണ്ടിനെൻ്റ് അസംബ്ലീസ്, വൻകരകൾ ഒന്നാകെ ഒന്നിക്കുന്നു. ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. അപ്പോൾ 1774 ദി ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രതിനിധികൾ, ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ്, എല്ലാ കോളനികളിലെയും പ്രതിനിധികൾ, എക്സെപ്റ്റ് ജോർജിയ, 13 കോളനികളിൽ ജോർജിയ ഒഴികെ മറ്റ് എല്ലാ കോളനികളിലെയും പ്രതിനിധികൾ എന്ത് ചെയ്യുകയാണ്? സമ്മേളിക്കുന്നു. ഇവിടെ ഫിലാഡൽഫിയ ഇൻ 1774 ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് നടപ്പിലാക്കിയ നയങ്ങൾക്കും അതുപോലെ ആ നിയമങ്ങൾക്കുമെതിരെ സമ്മേളിക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വൻകരകളിലെയും, ജോർജിയ ഒഴികെയുള്ള എല്ലാ വൻകരകളിലെയും പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ 1774 ഒത്തുചേർന്നു. അപ്പോൾ ഓർക്കുക, 1773 ബോസ്റ്റൺ ടീ പാർട്ടി, 1774 എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് കോണ്ടിനെൻ്റൽ അസംബ്ലി ചേരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് എവിടെ? 1774 എവിടെയാണ്? ഫിലാഡൽഫിയയിൽ. ജോർജിയ ഒഴികെ ബാക്കി എല്ലാ കോളനികളിലെ പ്രതിനിധികളും അതിൽ പങ്കെടുത്തു. സബ്സിക്വൻ്റ്ലി പീപ്പിൾ ഓഫ് ദ കോളനി സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്. എന്ത് ചെയ്യുകയുണ്ടായി? അതിൻ്റെ ഫലമായി അവിടെ ചേർന്നവരെല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു? ഒരു പെറ്റീഷൻ അവിടുത്തെ ഇംഗ്ലണ്ടിലെ രാജാവിന് സബ്മിറ്റ് ചെയ്യുന്നു, സമർപ്പിക്കുന്നു. ദേ ഡിമാൻഡഡ് ദ റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. എന്ത് പറയുകയാണ്? അവരെന്താണ് ഡിമാൻഡ് ചെയ്തത്? റെവോക്കേറ്റ് ചെയ്യുക, പിൻവലിക്കുക, റദ്ദാക്കുക. എന്ത് റദ്ദാക്കണം? അവരുടെ മേൽ, അവരുടെ ഇൻഡസ്ട്രിയിലും കൊമേഴ്സിലും വാണിജ്യത്തിലും വ്യാപാരത്തിലുമൊക്കെ ഏർപ്പെടുത്തിയിരുന്ന റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളെ എന്ത് ചെയ്യുക? പിൻവലിക്കുക. അതുമാത്രമല്ല നോട്ട് ടു ഇമ്പോസ് ടാക്സ്, നികുതി ചുമത്താൻ പാടില്ല, വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദി പീപ്പിൾ. ആരുടെ അംഗീകാരമില്ലാതെ? കോളനിയിലെ ജനങ്ങളുടെ അംഗീകാരമില്ലാതെ അവരുടെ മേൽ ഇനി നികുതി ചുമത്താൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ മേൽ ഉണ്ടാക്കിയിട്ടുള്ള അവരുടെ വ്യാപാര വാണിജ്യ നയങ്ങളിലെ എന്തിനെ പിൻവലിക്കുക? നിയന്ത്രണങ്ങളെ പിൻവലിക്കുക. ഇതിനെല്ലാം കൂടിയാണ് എന്ത് ചെയ്യുന്നത്? 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചേരുന്നത്. ബട്ട് ദ കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. പക്ഷേ രാജാവ് എന്താണ് ചെയ്തത്? ഒരു മിലിറ്ററി ഫോഴ്സിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ഉണ്ടായത് ആ ജനങ്ങളെ. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. ഇത് എന്തിലേക്ക് നയിച്ചു? ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ളൊരു യുദ്ധത്തിലേക്ക് നയിക്കുകയുണ്ടായി. അപ്പോൾ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് 1774 എന്ത് ചെയ്യാണ്? ഫിലാഡൽഫിയയിലെ ജോർജിയ ഒഴികെ മറ്റ് എല്ലാ കോളനികളിലെയും പ്രതിനിധികൾ എന്ത് ചെയ്യുന്നു? ഒരു സമ്മേളനം ചേരുകയും എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വ്യാപാരത്തിലും വാണിജ്യത്തിലും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളെ പിൻവലിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? അവരുടെ അംഗീകാരമില്ലാതെ അവരുടെ മേൽ ടാക്സ് ഇമ്പോസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ചേർന്നത്. പക്ഷേ എന്തായിരുന്നു അതിൻ്റെ ഫലം? രാജാവ് മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ഇത് കോളനികളും
ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിക്കുകയുണ്ടായി. നെക്സ്റ്റ്, ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 elected ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കഴിഞ്ഞു. രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നാണ് ചേരുന്നത്? 1775 എവിടെയാണ്? ഫിലാഡൽഫിയയിൽ ചേരുന്നു. അവരുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് ആരെ തിരഞ്ഞെടുക്കുകയാണ്? അവരുടെ കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായി ജോർജ് വാഷിങ്ടണിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഡ്യൂറിങ് ദിസ് ടൈം ത്രൂ ദ പാംഫ്ലെറ്റ് ടൈറ്റിൽഡ് കോമൺ സെൻസ്, ആ സമയത്താണ് ഒരു ലഘുലേഖ ഇറക്കപ്പെടുന്നത്. എന്താണ്? കോമൺ സെൻസ് എന്ന പേരിൽ. ആ പാംഫ്ലെറ്റിൻ്റെ പേരായിരുന്നു കോമൺ സെൻസ്. തോമസ് പെയിൻ ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് വാസ് വൈസ് ഫോർ ദ അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ. വിവേകപൂർവമായ തീരുമാനമെന്നാണ് തോമസ് പെയിൻ എന്ന വ്യക്തി എന്തിനെ വിശേഷിപ്പിച്ചത്? ബ്രിട്ടനുമായിട്ട് കോളനിക്കാർ അല്ലെങ്കിൽ അമേരിക്ക ബന്ധം വിച്ഛേദിക്കുക, അല്ലെങ്കിൽ അമേരിക്കയും ഈ ബ്രിട്ടനുമായുള്ള ബന്ധം ബ്രേക്കപ്പ് ആകുക എന്നത് ഒരു വൈസ് ആയിട്ടുള്ള നല്ല ബുദ്ധിപൂർവമായൊരു തീരുമാനമെന്നാണ് തോമസ് പെയിൻ അതിനെ വിശേഷിപ്പിച്ചത്. ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ 4 ജൂലൈ 1776 എന്നാണ്? 1776 ജൂലൈ 4 എന്ത് ചെയ്യുകയാണ്? അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഒരു ഡിക്ലറേഷൻ, സ്വാതന്ത്ര്യ പ്രഖ്യാപനം പുറപ്പെടുവിക്കുകയാണ്. ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരൊക്കെയായിരുന്നു ഈ ഡിക്ലറേഷൻ തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ എന്തായിരുന്നു? 1773 ബോസ്റ്റൺ ടീ പാർട്ടി, 1774 ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, 1775 സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? അതിൽ വെച്ചിട്ട് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ജോർജ് വാഷിങ്ടണിനെ കമാൻഡർ ഇൻ ചീഫായി തിരഞ്ഞെടുക്കുന്നത്. തോമസ് പെയിൻ വിശേഷിപ്പിച്ചത് അമേരിക്കയും ബ്രിട്ടനുമായുള്ള ബന്ധം വേർപെടുന്നത് ഏറ്റവും വിവേകപൂർവമായ തീരുമാനമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ത് ഇഷ്യൂ ചെയ്യുകയാണ്? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. ഈ ഡിക്ലറേഷൻ തയ്യാറാക്കിയത് ആരായിരുന്നു? പ്രഖ്യാപനം നടത്തിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ചേർന്നായിരുന്നു. എന്തായിരുന്നു അതിലെ ആ എക്സ്ട്രാക്റ്റിലുള്ള, അതായത് ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞത് ഓൾ ആർ ഈക്വൽ, എല്ലാവരും എങ്ങനെയാണ്? തുല്യരാണ്. എവരി വൺ ഹാസ് സർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആ ഡിക്ലറേഷനിൽ ഉണ്ടായിരുന്നത്. The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. അങ്ങനെ എന്ത് ചെയ്യുന്നു? വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക, നോർത്ത് അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം എന്ത് ചെയ്യുകയാണ്? ദാറ്റ് ബിഗാൻ വിത്ത് ദ ഡിക്ലറേഷൻ ഓഫ് ഫ്രീഡം എൻഡഡ്, എന്ത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ തുടക്കത്തോടു കൂടി 1781 ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും യുദ്ധവും എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ്, പാരീസ് ഉടമ്പടി 1783 ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? പാരീസ് ഉടമ്പടി പ്രകാരം 1783 ഏത്? പാരീസ് ഉടമ്പടി, ട്രീറ്റി ഓഫ് പാരീസ്. ആ ഉടമ്പടി പ്രകാരം 13 കോളനികളും എങ്ങോട്ട് പോകുന്നു? സ്വാതന്ത്ര്യത്തിലേക്ക്. ഇംഗ്ലണ്ട് 13 കോളനികളിലേക്കും എന്തനുവദിക്കുന്നു? സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നു. The Constitution Convention held at Philadelphia under the leadership of James Madison framed the American Constitution. അപ്പോൾ എന്താണ് സംഭവിച്ചത്? The Constitution Convention എന്ത് നടക്കുകയാണ്? ഈ ഭരണഘടനാ സമ്മേളനം ഇവിടെ ഫിലാഡൽഫിയയിൽ നടത്തിയ ഈ സമ്മേളനം ആരുടെ നേതൃത്വത്തിലാണ്? ജെയിംസ് മാഡിസൺ. അദ്ദേഹം എന്ത് ചെയ്യണം? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപകൽപ്പന ചെയ്യുകയുണ്ടായി. ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത്. ജോർജ് വാഷിങ്ടൺ became the first president of the United States of America formed in accordance with the new constitution. അപ്പോൾ പുതിയ രീതിയിലുള്ള ഈ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആരായിട്ട്? ഫസ്റ്റ് പ്രസിഡൻ്റായിട്ട് ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും എല്ലാമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്തിനെ
മറ്റ് ലോക വിപ്ലവങ്ങൾക്ക് എങ്ങനെയാണ് പ്രചോദനമേകിയത് എന്നുള്ളതാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ട്രാൻസ്ഫോംഡ് ദ സിസ്റ്റം എക്സിസ്റ്റഡ് ദെയർ. ഇറ്റ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ലേറ്റർ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ത് ചെയ്യുണ്ടായി, അതുവരെ നിലനിന്നിരുന്ന ആ ഒരു സാഹചര്യത്തെ മാറ്റുക, രീതികളെല്ലാം മാറ്റിയ ഒരു വിപ്ലവമായിരുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇത് വലിയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിൽക്കാല ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ മറ്റ് വിപ്ലവങ്ങളെയും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്. എന്താണ്, ലോകത്ത് നടന്ന മറ്റ് എല്ലാ വിപ്ലവങ്ങളെയും അതുപോലെ തന്നെ സ്ട്രഗിൾസ് എല്ലാത്തിനെയും എന്ത് ചെയ്തു, ശരിയായ പ്രചോദനവും ലക്ഷ്യബോധവും പകർന്ന ഒന്നായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. മറ്റ് വിപ്ലവങ്ങൾക്കെല്ലാം ശരിയായ രീതിയിലുള്ളൊരു ദിശാബോധവും പ്രചോദനവും എല്ലാം നൽകിയതായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. പുട്ട് ഫോർവേഡ് ദ കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ് എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് ഏതിൻ്റെ ഫലമായിട്ടായിരുന്നു, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ ഫലമായിട്ടായിരുന്നു. പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതി തയ്യാറാക്കപ്പെട്ട ആദ്യത്തെ ഭരണഘടന അത് തയ്യാറാക്കിയത് എവിടെയായിരുന്നു, അമേരിക്കയിലായിരുന്നു. കോൺട്രിബ്യൂട്ടഡ് ടു ദി കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷ്യൂർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദി യൂണിയൻ. അതായത് ഭരണം കേന്ദ്രത്തിൽ നിന്നും താഴെ തട്ടിലേക്ക് കൂടി അധികാരം വിഭജിച്ച് നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മറ്റുള്ള താഴെ തട്ടിലേക്ക് കൂടി അധികാരം വിഭജിച്ച് നൽകുന്ന അവസ്ഥയിലെത്തിയതും ഏതിൻ്റെ സ്വാധീനമായിരുന്നു, അല്ലെങ്കിൽ ഏതിലാണ് നമ്മൾ ആദ്യം കണ്ടത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിലായിരുന്നു. ഇത്രയുമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയാനുള്ളത്. പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക, ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തി തന്നെ പഠിക്കുക. നോട്ടിനെ മാത്രം ആശ്രയിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയത്തില്ല. അതേസമയം ടെക്സ്റ്റ് നന്നായി വായിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ കഴിയും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക്സ്റ്റിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് പഠിക്കാം.